വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ വരുന്ന 4, 5, 6 തീയതികളിൽ, നവംബർ 4, 5, 6 തീയതികളിൽ എളയൂർ യത്തീംഖാനയിൽ പ്രസിദ്ധ പ്രഭാഷകർ നമ്മെ അഭിസംബോധനം ചെയ്യുന്നു. 4-ാം തീയതി റഹ്മത്തുള്ള ഖാസിമി ഹിജ്റയുടെ സന്ദേശം എന്ന വിഷയത്തിലും, 5-ാം തീയതി ജലീൽ റഹ്മാനി വാണിയല്ലൂർ സ്വർഗമെത്ര സുന്ദരം എന്ന വിഷയത്തിലും, 6-ാം തീയതി നൌഷാദ് ബാക്കവി ചിറയും കീഴ് നരകം എത്ര ഭയാനകം എന്ന വിഷയത്തിലും എളയൂർ യത്തീംഖാനയിൽ Alhamdulillah, Alhamdulillah, Alladhi kullu shay'in siwahu fan, wa ba'ithul mursalin bil adyan. وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الإحسان. وأشهد أن سيدنا ومولانا محمدا عبده ورسوله سيد الإنس والجان. صلى الله على سيدنا محمد وعلى آله وصحبه. كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا سيدنا يا رسول الله. صلى الله وسلم عليك يا حبيبنا يا رسول الله. بلغت الرسالة
وآتيت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم: القيس من دان نفسه وعمل لما بعد الموت. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. فخلفي كريمات علي بواقيا وفيهن أمي أو شقيقي معطرتي ينادون خلف العيش من لا يجبهم وقربك في الدنيا سريع الإجابة وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تضخيما صلوا عليه وسلموا تسليما. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടനെ വാവിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന അറബിയതിൽ കിടക്കേണ്ടതാണ് സുമാന മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബ്ഹാന റബ്ബിരുളിനാൽ പെയ്തിട്ടതാ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ
കാതില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്. സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്. സുഹൃത്തേ നിനക്കുള്ള നേത്രമരണ്ട്. ഉടനെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്. കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ഇതൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ. ഇതൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ. എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. സമാധാനനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ പ്രസിഡന്റ് എം മുഹമ്മദ് കുട്ടി ബാക്കവി സ്വാഗത പ്രഭാഷണം നടത്തിയ മൈദലുലു മദ്രസയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ MT അബ്ദുൽ അസീസ് മാസ്റ്റർ, ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ സയ്യിദ് മൊഹീൻ അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, അവാർഡ് ദാനം നടത്തിയ ഈ നാടിന്റെ കർമ്മനിരതനായ MLA ബഹുമാന്യനായ ജനാബ് പി ഉബൈദുള്ള സാഹിബ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ നവറല്ലാഹു മർഖദ സ്മരണകളിൽ സദസ്സിന് പ്രദാനം ചെയ്ത മഹല്ല് സെക്രട്ടറി VP അബൂബക്കർ K മൊയ്തീൻ കുട്ടി മാസ്റ്റർ, ആശംസാ പ്രഭാഷണം നടത്തിയ റഷീദിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പാൾ KS ഇബ്രാഹിം മുസ്ലിയാർ, ദുആയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയ ബഹുമാന്യനായ ആദരണീയനായ സമസ്ത മുഷാവറ അംഗം കൂടിയായ സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, ഈ പുണ്യമായ സദസ്സിൽ ഉപവിഷ്ടരായ ബഹുമാന്യനായ സുഹൃത്ത് കരീം മുസ്ലിയാർ അബുദാബി, സാന്നിധ്യം കൊണ്ട് ഈ വിശിഷ്ടമായ സദസ്സിനെ അതിലേറെ വരിഷ്ഠവും വൈശിഷ്ട്യവുമാക്കിയ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, ഈ പാതിരാവിൽ ഒരു ദുആയ്ക്കു വേണ്ടി, ജീവിതാവസാനത്തിന്റെ ഒരു സ്മരണയ്ക്കു വേണ്ടി തപ്തഹൃദയങ്ങളുമായി ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സർവ്വ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകും. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷ, എല്ലാത്തിലും ഉപരി പരിപാവനമായ മജ്‌ലിസുൽ ഇൽമിന്റെ തീരത്തിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈ മദ്രസയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന
ത്രിദിന മതപ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ ഒരു അനുഗ്രഹമാണ്. കഴിഞ്ഞ 2-3 ദിവസമായി തുമർത്തു പെയ്യുന്ന ചിഹ്നം പെയ്യുന്ന മഴ. ആ ആശങ്കയിൽ സംഘാടകർ വളരെ ഉത്കണ്ഠയോടെ കൂടി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് അൽഹംദുലില്ലാഹ് ഒന്ന് ഒരുമിച്ച് കൂടാനെങ്കിലും അള്ളാഹു നമ്മുടെ ഈ കാലാവസ്ഥ അനുകൂലമാക്കി തന്നത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹുവിനെ 1000 വട്ടം സ്തുതിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവസാനിക്കുന്നത് വരെ ബഹുമാനനായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ എല്ലാ രീതിയിലും അനുകൂലമാക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വളവട്ടൂര് നമ്മൾ കണ്ടതാണ് തിമിർത്ത് പെയ്യുന്ന ഒരു മഴയിൽ ഈ 10,000 3 സ്വലാത്തുകൾ ദുആ ചെയ്തപ്പോ ചുറ്റുഭാഗം മുഴുവനും മഴ തിമിർത്ത് പെയ്യുമ്പോഴും നമ്മുടെ ആ സദസ്സിന്റെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു 3-3.5 മണിക്കൂറോളം ദുആ ചെയ്ത് പിരിയുന്നത് വരെ വാദം നടക്കുന്ന സ്ഥലത്ത് മാത്രം മഴ ഒഴിവാക്കി തന്ന ഒരു വലിയ അത്ഭുതം കണ്ട് മടങ്ങിപ്പോയ സദസ്സാണ് വീണ്ടും ഇവിടെ ഒരുമിച്ച് കൂടും. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനും അങ്ങനെ ഒരു നല്ല അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഖബറിലെ ആദ്യ രാത്രി എന്ന ഒരു വിഷയം ഈ നാട്ടിലെ എന്റെ പ്രഭാഷണം കേൾക്കാൻ എല്ലായിടത്തും എത്തുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ നിരന്തരമായ ഒരു അഭ്യർത്ഥനയായിരുന്നു. ഖബറിലെ ഒരു ദിവസത്തെ കുറിച്ച് ഉസ്താദ് പറയണമെന്ന സ്നേഹത്തോടെയുള്ള ഒരു അഭ്യർത്ഥനയുടെ അവഗണിക്കാൻ കഴിയാത്തൊരു അഭ്യർത്ഥന കൊണ്ടാണ് ഖബറിനെ കുറിച്ച് ഒരു ദിവസം ഒന്ന് പറയണം എന്ന ഈ ചെറുപ്പക്കാരുടെ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ ഞാൻ ഖബറിലെ ആദ്യരാത്രി എന്നൊരു വിഷയം കൊടുത്തത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. കാരണം കേരളമെന്നല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാസ നമസ്കാരത്തിന്റെ ഉടമയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഒരു നഗരിയിൽ ആ ഖബറിലെ ആദ്യരാത്രി എന്ന ഒരു വിഷയം പറയുക എന്ന ഒരു ആകസ്മികത, അതൊരു കേവലം ഒരു യാദൃശ്ചികതയാണ് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എന്തോ ഒരു വലിയ തഅ്സീർ അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. മാത്രവുമല്ല ഈ സദസ്സിന്റെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിന് യാതൊരുവിധ തർക്കവുമില്ല. കാരണം ഇനി ഒരാൾ കഴിയുമോ എന്ന് നമുക്ക് സംശയമുള്ള ഒരു മഹത്തായ അനുഗ്രഹം 6 ലക്ഷത്തോളം ആളുകളെ മരിച്ചു കിടക്കുമ്പോൾ തന്റെ ജീവനില്ലാത്ത ശരീരത്തിന്റെ പുറകിൽ നിർത്താൻ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യൻ ലോകം കണ്ട മഹാന്മാരുടെ പട്ടികയിലാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അത് തന്നെയാണ് ഞാൻ എന്റെ വിഷയത്തിൽ പറയുകയും ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു വല്ലാത്തൊരു അനുഗ്രഹം ചെയ്ത സദസ്സാണിത്. അള്ളാഹു ദുആയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയ എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സദസ്സിനെ അള്ളാഹുവിനെ കാരണമാക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ഖബറിലെ ആദ്യ രാത്രി. എവിടെയാണ് നമ്മുടെ ഖബർ കുടിക്കപ്പെടുക? ആ ഖബറിലെ ആദ്യത്തെ ദിവസത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഖബറിലെ ആദ്യ ദിവസം രക്ഷപ്പെടാൻ കഴിയുന്ന 3 കാര്യങ്ങൾ. ഇങ്ങനെ അവസാനം വരെ ഈ വിഷയം ഇത്രയും പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും അവസാനം വരെ അത് കേട്ടതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും സൗകര്യം പരിമിതമാണ്. ഇനി ഇതിനപ്പുറത്തോടൊരു സൗകര്യം ഒരുക്കാൻ സംഘാടകർക്ക് കഴിയില്ല. എല്ലാവരും അവരവിടെ തന്നെ ഒന്ന് ഞെരുങ്ങിയിരിക്കുക, നന്നായിട്ട് ഞെരുങ്ങിയിരിക്കുക. അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. ആ ബാരിക്കേഡിനപ്പുറം കബർസ്ഥാനാണ്, അവിടെ ഇരിക്കാന്നാണ്. അവിടെ ഇരിക്കുക, ഞാനൊന്ന് കുഴിയിൽ ഇറങ്ങിയിരിക്കുക. അപ്പൊ എല്ലാം കൊണ്ട് നമ്മുടെ വിഷയത്തിന് നന്നായിട്ട് പറ്റിയ സ്ഥലമാണ്. രണ്ടാമത് ഞെരുങ്ങിയിരിക്കുക. കാരണം നന്നായിട്ട് ഞെരുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ പറയും. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, ഉസ്താദെ ഏതാണ്ട് കബറിൽ ഞെരുങ്ങിയിരിക്കുന്നമാതിരി ആളുകൾ ഇരിക്കാൻ എത്രയും പെട്ടെന്ന് വരാം. എല്ലാം കൊണ്ടും, സദസ് കൊണ്ടും, സാഹചര്യം കൊണ്ടും, അനുഭവങ്ങൾ കൊണ്ടും ഒക്കെ ഈ പറയുന്ന വിഷയത്തിന്റെ ഒരു പിക്ചറൈസേഷൻ നമുക്ക് കിട്ടുന്ന ഒരു സദസ് കൂടിയാണിത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എത്ര ആമീനുള്ളൂ?
കബറിനെ പറയണ ദിവസം എത്ര ആമീനുള്ളൂ? വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടുവന്ന തന്റെ മകൻ മരിച്ചു. വിഷാദത്തോടെ വിഷമത്തോടെ തന്റെ ഏക മകന്റെ ജഡവും കയ്യിൽ പിടിച്ച് ആകുലതയോടെ കരഞ്ഞുകൊണ്ട് ഓടി നടന്നു അമ്മ. മരണപ്പെട്ടുപോയ മകനോടുള്ള അതിരത്ത സ്നേഹവാത്സല്യങ്ങൾ കാരണത്താൽ ആ മകനെ മണ്ണിന്റെ അടിയിലേക്ക് കുഴിച്ചിടാനുള്ള വൈമനസ്യത്തോടെ തന്റെ ഓമന മകന്റെ മൃതദേഹവും മാറോട് ചേർത്ത് പാഞ്ഞു നടക്കുന്ന പൊട്ടിക്കരയുന്ന അമ്മയോട് ആരോ പറഞ്ഞുവത്രേ വഴിമധ്യേ. ധാരാളം അത്ഭുത കർമ്മങ്ങൾ കാണിക്കുന്ന ഒരു മഹാനായ യോഗീശ്വരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മകന്റെ ജീവൻ അദ്ദേഹം തിരിച്ചു കൊടുത്തേക്കും. എല്ലാം മെച്ചപ്പെട്ട മാതാവ് മഹാത്ഭുതങ്ങൾ കാണിക്കുന്ന യോഗി വര്യന്റെ മുമ്പിൽ അയാളോട് പറഞ്ഞു, നിങ്ങൾ ധാരാളം അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ കാണിക്കാറുണ്ട്. ആരും ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങൾ കൊണ്ട് ആയിരങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാസ്മരിക പ്രകടനങ്ങൾ കാണിക്കുന്ന ആളാണ് നിങ്ങൾ. ശൂന്യതയിൽ നിന്ന് ഭസ്മമെടുക്കുന്നവർ. നിങ്ങൾക്ക് എങ്ങനെ അത്ഭുതം ചെയ്യാൻ കഴിയുമെങ്കിൽ മരണപ്പെട്ടുപോയ എന്റെ ഈ മകന്റെ ജീവൻ ഒന്ന് തിരിച്ചു തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു ആകുല ചിത്തയായ മാതാവ്. അത്ഭുതങ്ങൾ കാണിച്ച യോഗീശ്വരന്റെ മറുപടി, നീ നാട് മുഴുവനും എല്ലാ വീടുകളിലും കയറിയിറങ്ങി നടന്ന് ഏതെങ്കിലും വീട്ടിൽ നിന്നൊരൽപ്പം കടുകുമണികൾ കൊണ്ടുവന്ന് തരിക. പക്ഷെ നീ കടുകുമണി ശേഖരിക്കുന്ന വീട് ഇതേവരെ മരണം നടന്നിട്ടില്ലാത്ത വീടായിരിക്കും. ഇതേവരെ മരണം നടന്നിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് കടുകുമണികൾ ശേഖരിച്ചു കൊണ്ടുവന്നാൽ ആ കടുകുമണികൾ കൊണ്ട് നിന്റെ മകന്റെ ജീവൻ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു മഹാൻ എന്ന് പറയപ്പെടുന്ന ആ യോഗീശ്വരനായ സന്യാസി. വളരെ താല്പര്യത്തോടെ പ്രതീക്ഷയോടെ ആ മാതാവ് നാട്ടിലെ മുഴുവൻ വീടുകളിലും കയറി ഇറങ്ങി നടന്നു. എല്ലാ വീടുകളിലും കടുകുമണി ഉണ്ടായിരുന്നു. പക്ഷേ മരണം നടക്കാത്ത വീടുകൾ ഒന്നുപോലും ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല. കടുകുമണികൾ കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ്. ആ അമ്മ ചോദിച്ചു, അത്ര നിങ്ങളുടെ ഈ വീട്ടിൽ മരണം നടന്നിട്ടുണ്ടോ? ഉണ്ട്. മരണം നടക്കാത്ത ഒരു വീട് പോലും കാണാതെ ആ ഗ്രാമാന്തരം മുഴുവനും നടന്നു തരുന്ന മാതാവ് അവസാനം ആ മനുഷ്യനോട് പറഞ്ഞു, അത്ര യോഗവേ, എല്ലായിടത്തും കടുകുമണികളുണ്ട്, പക്ഷെ മരണം നടക്കാത്ത ഒരു വീട് പോലും എനിക്ക് ഈ നാട്ടിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന് വല്ലാതെ തപ്തചിത്തയായി അവർ പറയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അത്ര ഇതാണ് സത്യം, ഇതാണ് സത്യം. മരണം നടക്കാത്ത വീടുകളില്ല, മരണത്തിന് കീഴ്പ്പെടാത്ത മനുഷ്യരില്ല എന്ന മഹാസത്യം മനസ്സിലാക്കിക്കൊള്ളുക. മരിച്ചുപോയ ഒരു മനുഷ്യന് ജീവൻ തിരിച്ചു കൊടുക്കാൻ ഒരു യോഗീശ്വരനും സാധിക്കുകയില്ല എന്ന് ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തതായി പണ്ടൊക്കെ ഒരു കഥകളിൽ വായിച്ചിട്ടുണ്ട്. കബറിലെ ആദ്യ രാത്രി എന്ന ഒരു വിഷയം സംസാരിക്കുമ്പോ ലോകത്ത് മുഴുവനും ഒരു ഞെട്ടിക്കുന്ന ഒരു മഹാസത്യത്തെ മനസ്സിലാക്കിക്കൊള്ളുക. ലോകത്തിൽ മനുഷ്യനും ഒരു വീടുകളിൽ പോലും മരണം നടക്കാത്ത വീടുകളില്ല, മരണദൂതൻ വരാത്ത പ്രദേശങ്ങളില്ല, മരണദൂതനെ കാണാത്ത മനുഷ്യരില്ല. ഈ ലോകത്ത് ജീവനോടുകൂടി പിറന്ന ഏതൊരു മനുഷ്യനും മരണമെന്ന മഹാസത്യത്തിന് പിടികൊടുത്തൊരു ദിവസം ഇവിടെ നിന്ന് മണ്ണിന്റെ മുകളിൽ നിന്ന് മണ്ണിന്റെ അടിയിലേക്ക് പ്രയാണം ചെയ്യേണ്ടവനാണ് എന്ന ഏറ്റവും വലിയ മറികടക്കാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തുലിതാവസ്ഥയെ പോലും തകിടം മറിക്കുന്നത് എങ്കിൽ മനുഷ്യനായിട്ടില്ല, ജീവജാലങ്ങളായി പിറന്ന ജീവനോടെ പിറന്ന ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ വിസ്മരിക്കാൻ കഴിയാത്ത, അവന്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ മഹാപ്രതിഭാസമാണ് മരണം. അതുകൊണ്ട് തന്നെ ആ മരണത്തിന് ശേഷമുള്ള ആദ്യരാത്രി ഒരൊറ്റ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ നിന്ന് നയിക്കാൻ കഴിയുകയില്ല. ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ, ആരടി മണ്ണിന്റെ ഉള്ളിൽ കൊണ്ടുപോയി മലർന്നു കിടക്കുന്ന ആദ്യത്തെ രാത്രിയിൽ നിന്ന് രക്ഷിക്കാൻ, ഈ ലോകത്തിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് ഭസ്മമുണ്ടാക്കിയവർക്കോ ആകാശ അത്ഭുതങ്ങൾ വിരിയിച്ചവർക്കോ 1000 സൂര്യതേജസ്സോടെ നിലനിൽക്കുന്നവർക്കോ ലോകത്തിൽ വരെ കഴിഞ്ഞിട്ടില്ല എന്ന് ഒരു മനുഷ്യ നിർമ്മിത പ്രസ്ഥാനങ്ങൾക്കും ഒരു മനുഷ്യ ദൈവങ്ങൾക്കും ഇതേവരെ കഴിഞ്ഞിട്ടില്ല എന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ നിലനിൽക്കുമ്പോ മനുഷ്യന്റെ ഏറ്റവും വലിയ അജ്ഞതയും മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവുകേടും ഇതാണ് എന്ന് മനസ്സിലാക്കുക. ജനനത്തെ തടഞ്ഞു നിർത്താൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. അവന്റെ മുമ്പിൽ കൃത്രിമ വഴികളുണ്ട്. ഒരാളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുട്ടി ജനിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ആ ജനനത്തെ മറികടക്കാൻ കഴിയുന്ന ഏതെങ്കിലും സാങ്കേതിക വിദ്യകൾ മനുഷ്യന്റെ മുമ്പിൽ ലഭ്യമാണ്. പക്ഷേ സഹോദരങ്ങളെ,
മരണം വന്നാൽ അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യകളും ഇന്ന് ലോകത്തിൽ ലഭ്യമല്ല. ആർക്കും ഒരിടത്തും മരണത്തെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ ലഭ്യമല്ല. ആ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയും ലഭ്യമല്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ അസന്നിഗ്ധമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് പറയുമ്പോ ധർമാധർമ്മ വ്യതിരക്തതയില്ലാതെ സത്യാസത്യ വ്യവച്ഛേദനമില്ലാതെ ആൾക്കോ വേണ്ടി ഈ ഭൂലോകത്ത് തങ്ങളുടെ ജീവിതം നശിപ്പിച്ചു പോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവരോട് മനസ്സിൽ തട്ടുന്ന രീതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമേതാ? അയ്നമാ തകൂനൂ യുദ്രികുൽ മൗത് വലൗ കുന്തും ഫീ ബുറൂദിൻ മുശയ്യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അയ്നമാ തകൂനൂ യുദ്രികുൽ മൗത് വലൗ കുന്തും ഫീ ബുറൂദിൻ മുശയ്യദാ. ഏത് വലിയ ബഹുനില കെട്ടിടങ്ങളിൽ പോയി നീ ഒളിച്ചിരുന്നാലും അങ്ങനെ ആകാശലോകങ്ങളെ താണ്ടിക്കിടന്ന് ചന്ദ്രഗോളത്തിന് പോയി താമസമുറപ്പിച്ചാലും അതിന്റെ മുകളിലേക്ക് എന്റെ മരണത്തിന്റെ ദൂതൻ, എന്റെ മരണദൂതൻ പറന്ന് വരിക തന്നെ ചെയ്യുമെന്ന് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവലോകത്തിന് മറക്കാൻ കഴിയാത്ത മഹാസത്യത്തെ പ്രഘോഷണം ചെയ്തു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ ഏറ്റവും വലിയ ചർച്ച ചെയ്തെന്നറിയുമോ? അങ്ങനെ അമേരിക്കയുടെ നാസ എന്ന ഏറ്റവും വലിയ ആകാശ പര്യവേഷണ കേന്ദ്രത്തിലേക്ക് ചന്ദ്രനിൽ താമസിക്കാൻ കഴിയുമോ? ചൊവ്വയിൽ പോയി വ്യാസം ഉറപ്പിക്കാൻ കഴിയുമോ? ആ ചൊവ്വയുടെ വ്യാസം നിർണയിച്ചിട്ട് അതിന് വാസമുറപ്പിക്കാൻ കഴിയുമോ എന്ന് കൂലങ്കസമായി മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ആകാശമണ്ഡലങ്ങളെ മുഴുവനും താണ്ടി താരാപഥങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചിരുന്നാൽ അല്ലാഹു പറയുകയാണ്, മാനവാ അവിടേക്ക് കടന്നു വന്നാലും എന്റെ മരണദൂതന് പ്രയാസമില്ല. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശത്തെ തലഞ്ചെറന്ന ബഹിരാകാശ പേടകം കുതിച്ചുയരുമ്പോ ആ ചലഞ്ചർ കോക്കാനവറാവാളില് പിറ്റിൽ നിന്ന് കുതിച്ചുയർന്നു പോയ ചലഞ്ചറിൽ ഏതാണ്ട് 6ഓളം ബഹിരാകാശ യാത്രികര് ഭൂമി കടന്നു, സൂര്യൻ കടന്നു, നെബൂലകൾ കടന്നു, ആകാശലോകത്തിന്റെ ഏതോ തട്ടിലൂടെ നടന്നു പോകുമ്പോ പിന്നീട് ചലഞ്ചർ ഭൂമിയിലേക്ക് തിരിഞ്ഞു വന്നിട്ടില്ല. എവിടെയോ ആരും കാണാത്ത ആകാശലോകത്തിന്റെ ഉള്ളിലേക്ക് നാസയുടെ റഡാറിൽ പോലും പതിയാത്ത സ്ഥലത്തിലേക്ക് കടന്നു പോയി അത്രേ. ആരെന്നറിയോ? കാബിലുൽ അർവാഹ് മലക ഇസ്രായീൽ, കാബിലുൽ അർവാഹ് മലക ഇസ്രായീൽ. അതുകൊണ്ട് നിന്റെ പരീക്ഷണം വൃഥാവിലാണ്. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യമായി മനുഷ്യരോട് പറയുകയാണ്, മനുഷ്യ വിപല പരീക്ഷണത്തിന്റെ പുറകെ പോകണ്ട, ആ മരണത്തെ തടയാൻ ശ്രമിക്കണ്ട. അത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. അതിനെ തടയാൻ ശ്രമിച്ചവരൊക്കെ അവര് നിന്നേക്കാൾ വലിയവരാണെങ്കിലും മരണത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചവർ ഈ ഭൂമിയിൽ പരാജയപ്പെട്ട ചരിത്രമേ പറയാനുള്ളെന്ന് ഞാനല്ല, വിശുദ്ധ ഖുർആൻ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദിൽ ലതി ലം യഖ്ലഖ മിഥ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ الذين جابوا الصخر بالواد. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം മരണത്തെ മറികടക്കാൻ കഴിയുമോ എന്നാണ്. മരണത്തെ പ്രതിരോധിക്കാൻ കഴിയുമോ? അല്ലാഹു പറയുകയാണ്, എടാ ബുദ്ധികെട്ട മനുഷ്യ, നാസയിലെ പര്യവേക്ഷണങ്ങളൊക്കെ അതുവഴി പോകട്ടെ. എലിയും പൂച്ചയും ഒക്കെ നാസയിൽ ആകാശത്തെ ബൈനോക്കുലർ കൊണ്ട് നോക്കുന്നവരെ മരണത്തെ പേടിയ. അതുകൊണ്ട് ആദ്യത്തെ പരീക്ഷണത്തിന് ഉപഗ്രഹത്തിൽ പൂച്ചയെ പറ്റി പറഞ്ഞു വിടും. ചത്താതിയാവട്ടെ, ചത്താൽ അത് ചാവട്ടെ, എനിക്ക് മരണത്തെ പേടിയാണ്. ആദ്യത്തെ പരീക്ഷണ പറക്കലിന്റെ ആദ്യത്തെ ട്രയൽ പട്ടി. ഏത് ഗുളിക ഉണ്ടാക്കിയാലും ആദ്യത്തെ ട്രയൽ പൂച്ച. കാരണം ആ മരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന് പോലും ആ കണ്ടുപിടിച്ച മരുന്ന് അവനവന്റെ ശരീരത്തിൽ കുത്താൻ പേടിയാണ്. മരണത്തെ അത്രയ്ക്ക് പേടിയാണ് മനുഷ്യൻ. അത്രയ്ക്ക് പേടിയുള്ള മനുഷ്യരോട് നമുക്കെല്ലാവർക്കും 2 ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഉറപ്പാ, നമ്മളെല്ലാവരും മരിക്കും. ഉറപ്പില്ലാത്ത ആർക്കെങ്കിലും ഉണ്ടോ? ഈ സദസ്സിലുള്ള ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മളെല്ലാവരും മരിക്കും, ഉറപ്പാ അല്ലെ? പിന്നെ നമുക്ക് ഒരുറപ്പും കൂടെ ഉണ്ട്, അതെല്ലാവർക്കും ഉറപ്പാ. പിന്നെ ഒരുറപ്പും കൂടെ ഉണ്ട്, ഞാൻ ഇപ്പോഴൊന്നും മരിക്കില്ല.
ഞാൻ ഇപ്പം മരിക്കും. ഈ രണ്ടുറപ്പുള്ളതാണ് പ്രശ്നം. മരിക്കും ഉറപ്പാ, പിന്നെ ഒരു ഉറപ്പ് ഞാൻ അങ്ങനെ ഉടനെ അങ്ങനെയൊക്കെ മരിക്കാം ഇല്ല. എന്റെ പ്രിയപ്പെട്ട ആദ്യങ്ങളെ ഇങ്ങോട്ട് നോക്കും. ഇന്ന് ചിരിയും കളിയും ഒന്നുമില്ല, ഞാൻ ഒന്നുമില്ല. ഇന്ന് കബറാണ്. ഇന്ന് ഒരു തമാശ പോലും ഞാൻ പറയില്ല, ഒന്നുമില്ല. ഇന്ന് നന്നായിട്ട് ഇത് കരഞ്ഞിട്ട് പോകണം. കരഞ്ഞിട്ട് ഒത്തിരി നാളായി ഭാഗമായിട്ട് അല്ലേ? അതും കണ്ണിയത്ത് ഉസ്താദിന്റെ പേരുടെ സദസ് എന്തൊരു ഒരു തവഫുക്കാണ് നോക്കുന്നത്. എന്തൊരു കണക്ഷനാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അത് വെറുതെ അല്ല, മനസ്സിൽ ഹുബുള്ളത് കൊണ്ടാണ്. വാക്കവിയുടെ മനസ്സിൽ ഹുബുള്ളത് കൊണ്ടാണ് അങ്ങനെ ആക്കി തരണം. അല്ല വെറുതെ അല്ല, ഇത് ചുമ്മാ വെളിയിൽ പറഞ്ഞാലും നടക്കില്ല. മനസ്സിൽ ഹുബ് വേണം മഹാന്മാരോട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അത് നന്നായിട്ട് എന്റെ കൽവിലുള്ളത് കൊണ്ടാണ് അത് അങ്ങനെയൊക്കെ അള്ളാഹു ചേർത്ത് വെച്ചത്. അള്ളാഹുവിന്റെ ഖുർആനിൽ 3 ആയത്തുകൾ തുടക്കത്തിൽ 3 ആയത്തുകൾ അള്ളാഹ് ചോദിക്കാണ്, അലം തറ, അവര് കണ്ടില്ല നബിയെ, കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് ഗോത്രത്തെ ഞാൻ എങ്ങനെയാണ് നശിപ്പിച്ചതെന്ന് അവര് കണ്ടില്ല നബിയെ. ആര്? അവര് കണ്ടില്ല നബി. ആര്? രാവിലെ എന്നിട്ട് ഖുർആൻ ഓതുകയാ, ആദ് ഗോത്രത്തെ ഞാൻ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് അവര് കാണുന്നില്ലേ നബിയെ. ആര്? പാവ മനുഷ്യ. ആര്? മോഡിയ, നരേന്ദ്രമോദിയ, മൻമോഹൻ സിംഗ്. ആര് കണ്ടില്ല? നീ കണ്ടില്ലേ? ഇത് അവരെ കുറിച്ചല്ല, നീ കണ്ടില്ലേ? നീ അലം തറ, ഇതേവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലേ നിനക്ക്? കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് ഗോത്രത്തെ ഞാൻ എങ്ങനെയാണ് നശിപ്പിച്ചതെന്ന്, സമൂദ് ഗോത്രത്തെ ഞാൻ എങ്ങനെയാണ് നശിപ്പിച്ചതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം, മരണത്തെ തടയാൻ ശ്രമിച്ച 2 പ്രബല ഗോത്രങ്ങളാണ് ആദ് സമൂദ്. അവര് മരണത്തെ തടയാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവരാ. അല്ലാതെ വെറുതെ ആയത്തങ്ങൾ ഓതിപ്പോയാ പോരാ. എന്തുകൊണ്ട്? ആദ് ഗോത്രം ആരാ? ആദ് ഗോത്രം ഇങ്ങോട്ട് ശ്രദ്ധിച്ചേക്കണം. അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും നോക്കരുത്. വരുന്നവരവിടെ എവിടെയൊക്കെ ഇരുന്നോളൂ. ആദ് ഗോത്രം ആരാ? ആദ് ഗോത്രം നമുക്കെല്ലാവർക്കും അറിയാം. പാറക്കെട്ടിന്റെ ഉള്ളിൽ JCB വെച്ച് തുരന്ന്, നമ്മൾ സാധാരണ എയർപോർട്ട് വികസിപ്പിക്കണ മാതിരി, അള്ളാഹു ഫിത്നയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ധാരാളം കുടുംബങ്ങളുടെ കിടപ്പാട് നഷ്ടപ്പെടും. അള്ളാഹു അതിൽ നിന്ന് അള്ളാഹു എല്ലാവിധ ശരണം അള്ളാഹു തട്ടിമാറ്റി തരട്ടെ. എയർപോർട്ട് വികസിപ്പിച്ചിട്ട് പാവങ്ങളുടെ കിടപ്പാട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അള്ളാഹു ആ ഒരു മുസീബത്തിന് അള്ളാഹു തട്ടിമാറ്റി തരട്ടെ. ആദ് ഗോത്രം പാറക്കെട്ടുകൾ അവരുടെ കൈവിരലുകൾ കൊണ്ട് തുരന്നു. അതിന്റെ അകത്ത് വലിയ വീടുകൾ വെച്ച് അവരതിന്റെ ഉള്ളിൽ താമസിച്ചു. അവരതിന്റെ ഉള്ളിൽ അല്ല, ആദല്ല, അത് സമൂദാണ്. ആദ് ഗോത്രം നശിച്ചുപോയി. എങ്ങനെ നശിച്ചു? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, سبع ليال وثمانية أيام حسوما فترى القوم فيها سرعا كأنهم أعجاز نخل حاوية فهل ترى لهم من باقية. അല്ലാഹു പറയാണ്, 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന ഒരു പേമാരി തിമിർത്തു പെയ്തപ്പോ ആകാശത്തൊരു പേമാരി തിമിർത്തു പെയ്തു. അത്രേ ആദ് ഗോത്രം എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടിക്കാരെ, ഒരു കൂറുകാരെ നമ്മളെ പോലെയല്ല. ഈ കാണുന്ന കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുണ്ടായിരുന്ന അവരിലൊരു ആദ് ഗോത്രക്കാരൻ നിന്നാൽ ഈ കൊന്നത്തെങ്ങിനേക്കാൾ പൊക്കമുണ്ടായിരുന്ന, നമ്മളെക്കാൾ 10 ഇരട്ടി വലിപ്പമുണ്ടായിരുന്ന ഈ ഭൂമി